ഹലോ, ഒരു പാലക്കാടൻ യാത്രയുടെ വിശേഷങ്ങളാണ് കേട്ടോ. പാലക്കാടൻ യാത്രയുടെ അല്ല, പാലക്കാട് കോട്ടയുടെ വിശേഷങ്ങളാണ് കേട്ടോ ഒന്ന് കാണുന്നത്. അപ്പോൾ നമ്മൾ പാലക്കാടുള്ള ടിപ്പു സുൽത്താൻ്റെ കോട്ടയിലേക്കാണ് കേട്ടോ ഒന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കാർ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാർക്കിംഗ് ഏരിയയിലേക്കാണ് കേട്ടോ പോയത്. ആദ്യം തന്നെ 30 രൂപയാണ് ഇവിടെ പാർക്കിംഗ് ഫീ ആയിട്ട് വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ ഒത്തിരി മരങ്ങളും നല്ല കാഴ്ചയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. പുറമേ നിന്ന് തന്നെ ഞാൻ ആദ്യം തന്നെ പാലക്കാട് കോട്ടയുടെ വ്യൂ എടുക്കുകയാണ് കേട്ടോ. പുറമേ നിന്ന് തന്നെ എടുക്കുമ്പോൾ തന്നെ കണ്ടോ, വളരെ മനോഹരമായ പാലക്കാടൻ കോട്ട നമുക്ക് ഇങ്ങനെ കിടക്കുന്നത് കാണാം കേട്ടോ. ഇത് മാത്രമല്ല കേട്ടോ, ഇതിന് ചുറ്റും ഇങ്ങനെ വെള്ളമുണ്ട്. ആ വെള്ളത്തിൽ നല്ല ആമകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് കാണാം, വഴിയേ കാണാം. അപ്പോൾ പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, ഞാൻ കുറേ ഇട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അറിയാതെ വന്നു പോയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ആമേനെയൊക്കെ ജസ്റ്റ് ചെറുതായ ആമകളൊക്കെ കണ്ടു. ചെറുതായിട്ടില്ല, കുറേ ആമകളുണ്ട്. അപ്പോൾ ആമകളെയൊക്കെ കണ്ട് നമ്മൾ പാലക്കാട് കോട്ടയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കേട്ടോ. അപ്പോൾ പ്രവേശിച്ച് കഴിയുമ്പോൾ നമുക്കിത് ഇവിടെ ഒരു കവാടം കാണാം. ഈ ഒരു കവാടത്തിൻ്റെ അവിടെ നിന്ന് കുറേ ആളുകൾ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും എടുത്തു കേട്ടോ ഫോട്ടോയൊക്കെ. അപ്പോഴതിനോട് ചേർന്ന് തന്നെ നമുക്ക് ചെറിയൊരു ഹനുമാൻ ക്ഷേത്രം കാണാം. കിഴക്കോട്ട് ദർശനം വെച്ചിരിക്കുന്ന ഒരു ഹനുമാൻ ക്ഷേത്രമാണ് കേട്ടോ. ഉപദേവതയായിട്ട് ഗണപതി മാത്രമുള്ളൂ. അവിടുത്തെ വഴിപാട് വിവരങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു ബോർഡിൽ കൊടുത്തേക്കുന്നത്. വടമാലയാണ് അവിടുത്തെ പ്രധാന വഴിപാട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒത്തിരി ഭാഗങ്ങൾ നമുക്ക് കാണാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ കുറച്ചങ്ങോട്ട് നടന്ന് നീങ്ങി കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ഭാഗം കണ്ടത്. ഇതെന്താണെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ ഉള്ളിൽ വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആചാരങ്ങളുടെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കാം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നീങ്ങി കഴിയുമ്പോൾ ഓരോ ഭാഗത്തും ഓരോ ഇങ്ങനെ കോട്ടകൾ പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാം. അതിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് വീഡിയോ എടുക്കാം. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഓരോ കോട്ടകളും ഇതിൻ്റെയൊക്കെ മുകളിൽ ഞങ്ങൾ കയറിയായിരുന്നു. സുട്ടൂനെ കണ്ടപ്പോൾ അവന് കയറണം എന്ന് തോന്നി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതിൻ്റെയൊക്കെ മുകളിൽ കയറി. ഗൂഗിളിൽ നോക്കിയപ്പോൾ അതിനകത്തൊരു മിന്നൽ രക്ഷാ കവചം ഉണ്ട് എന്നുള്ളൊരിതിലാണ് കണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ കുറേയൊക്കെ നമ്മൾ അവിടെയൊക്കെ നടന്നു കേട്ടോ. പക്ഷേ നടന്ന് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ മഴ പെയ്തപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്താണ് കയറി നിന്നത്. ഈ ഒരു ഭാഗത്ത് പണ്ടത്തെ ജയിലായിരുന്നു. ഞങ്ങൾ ഇപ്പോൾ ജയിലിൻ്റെയൊക്കെ കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ ആ ജയിലിൻ്റെ ഇതൊക്കെ ഇപ്പോൾ മലമ്പുഴയ്ക്ക് മാറ്റി സ്ഥാപിച്ചു ജയിലൊക്കെ എന്നാണ് ഗൂഗിളിൽ ഞാൻ കണ്ടത്. ഞാൻ ഇവിടെ നിന്ന് വന്നതിന് ശേഷമാണ് ഇതിനെപ്പറ്റി കൂടുതൽ ഗൂഗിളിൽ നോക്കുന്നത് കേട്ടോ. അപ്പോൾ കോട്ടയുടെ കുറേ വിശേഷങ്ങളൊക്കെ ഞാൻ ഷോർട്സിന് വേണ്ടിയിട്ടൊന്നും അങ്ങനെ അധികം എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് ലോങ് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ നമുക്ക് ലോങ് വീഡിയോയിൽ കാണാം.